ഷാർലി ഹെബ്ദോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഉൾക്കിടിലമുണ്ടാകും. ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു മാസികയാണ്, ഒരു യൂറോപ്യൻ മാസിക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ഫ്രഞ്ച് മാസികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷാർലി ഹെബ്ദോയിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ആ കാർട്ടൂൺ എന്ന് പറയുന്നത് മുഹമ്മദ് നബി, അതായത് ഇസ്ലാമിൻ്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു കാരിക്കേച്ചർ പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണാണ്. സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി എന്നുള്ള മനുഷ്യനെ ആരും കണ്ടിട്ടില്ല, മുഹമ്മദ് നബിയെ വരയ്ക്കാൻ പാടില്ല, മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇസ്ലാമിക തിട്ടൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷാർലി ഹെബ്ദോയിൽ മുഹമ്മദ് നബിയുടെ ഇത്തരത്തിലുള്ള ഒരു കാരിക്കേച്ചർ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ വന്നപ്പോൾ, അത് തങ്ങൾക്ക് ഏറ്റ അപമാനമാണ്, ഒന്നടങ്കമേറ്റ അപമാനമാണെന്ന് പറഞ്ഞ് ഷാർലി ഹെബ്ദോയിലെ അത് പ്രസിദ്ധീകരിച്ച വ്യക്തിക്കെതിരെ ഇവർ ആക്രമണം നടത്തി, അയാളെ കൊന്നുകളഞ്ഞു. എന്തായാലും അതിനുശേഷവും ആക്രമണങ്ങളുണ്ടായി. സാമുവൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ്റെ തലയും ഇതേ തുടർന്ന് അറുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് സ്കൂളിലെ അധ്യാപകൻ്റെ തല അറുത്ത് തെരുവിലൂടെ ആ തല ഉരുട്ടി കളയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സമാനമായ സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കേസുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴേക്കും അന്തരീക്ഷം ഒരുപാട് മാറി എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഹിന്ദു ദൈവങ്ങളെ വിമർശിക്കാമെങ്കിൽ, ക്രിസ്ത്യൻ ദൈവങ്ങളെ വിമർശിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക ദൈവങ്ങളെ വിമർശിച്ചുകൂടാ എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. സോഷ്യൽ മീഡിയയിലേക്ക് ഇന്ന് വലിയ രീതിയിൽ ഇസ്ലാം വിമർശനം നേരിടുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന എക്സ് മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിനെ വളരെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണഘടനയും നിയമ സംവിധാനവും ഒക്കെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക്, മതമൗലികവാദികൾക്ക് ഇവരുടെ ഒന്നും തലവെട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ റാഡിക്കൽസിന് ഈ എക്സ് മുസ്ലിങ്ങളുടെ എല്ലാം തല വെട്ടിയെടുക്കണം എന്ന് ആഗ്രഹം വളരെ വലുതായിട്ടുണ്ട്. ആ കൊലവിളിയൊക്കെ ഈ എക്സ് മുസ്ലിംസ് തന്നെ അവരുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ പുറത്തുവിടാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം തുർക്കിയാണ് വില്ലൻ. തുർക്കിയിലെ ഒരു വാരിക, ഒരു മാസിക, ലെമൻ എന്ന് പറയുന്ന ഒരു മാസിക തിങ്കളാഴ്ച മുഹമ്മദ് നബിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ആക്ഷേപഹാസ്യ കാർട്ടൂണാണ് അവർ പ്രസിദ്ധീകരിച്ചത്. ഈ കേസിൽ 2 കാർട്ടൂണിസ്റ്റുകൾ ഉൾപ്പെടെ 4 പേർക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് തുർക്കിയാണ്. തുർക്കിയിൽ ആക്രമണം ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഇവർ ആക്രമണം നേരിട്ട ഉടനെ തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കാർട്ടൂണിൽ പ്രവാചകൻ മോശയും പ്രവാചകൻ മുഹമ്മദ് നബിയും ആകാശത്ത് കൈ കുലുക്കുന്നത് പോലെയുള്ള ഒരു രൂപം കാണിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും യുദ്ധസമാനമായ രംഗങ്ങളിൽ ഇവരുടെ താഴെ പറക്കുന്ന മിസൈലുകളാണ് അവർ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഘർഷത്തിനിടയിൽ മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് കാർട്ടൂൺ ഉദ്ദേശിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മാസികയുടെ ആൾക്കാർ പറയുന്നത്. കാരണം ലോകം മുഴുവൻ സംഘർഷമാണ്. ആ സംഘർഷത്തിനിടയിൽ ഈ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൈ കുലുക്കുന്ന, അതായത് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഇത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മതനേതാക്കളുടെയും ശക്തമായ പ്രതികരണത്തെ തുടർന്ന് കാര്യം വഷളായി. കാർട്ടൂണിസ്റ്റ് ഡോഗൻ പഹ്ലവാനെ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിച്ച് ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ്, സ്ഥാപന ഡയറക്ടർ, ഗ്രാഫിക് ഡിസൈനർ എന്നിവരെ കേസിൽ അറസ്റ്റ് ചെയ്തു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തുർക്കി മന്ത്രിയെ ശക്തമായി വിമർശിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി കാർട്ടൂണുകൾ നിർമ്മിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ വീണ്ടും ശപിക്കുന്നുവെന്ന് തുർക്കി മന്ത്രി എർലിക്കായ കാർട്ടൂണിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് എഴുതി. ഈ മ്ലേച്ഛമായ കാർട്ടൂണുകളുടെ നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാണം കെട്ട ആൾക്കാർ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന ഷാർലി ഹെബ്ദോ എന്ന മാസിക പ്രവാചകനെ അപമാനിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.